നമസ്കാരം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് അറേസ്. എന്താണ് ഒരു അറേ എന്ന് പറഞ്ഞാൽ? അറേ റെപ്രസെന്റ്സ് എ ഗ്രൂപ്പ് ഓഫ് ലൊക്കേഷൻസ് വിച്ച് ആർ കണ്ടിന്യൂസ് ഇൻ മെമ്മറി. നമുക്കറിയാം, ഏതൊരു ഡാറ്റ സ്റ്റോർ ചെയ്യാനും മെമ്മറിയിൽ സ്പേസ് വേണം. ഒരു യൂണിറ്റ് ഓഫ് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടി മെമ്മറിയിൽ നമ്മൾ എന്തുപയോഗിക്കും? വേരിയബിൾസ് ഉപയോഗിക്കും, ഇല്ലേ? വേരിയബിൾസ് എന്തിനോട് ഉപയോഗിക്കുന്നു? ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ഇവിടെ ഒന്നിൽ കൂടുതലോ കണ്ടിന്യൂസ് ആയിട്ടുള്ള മെമ്മറി ലൊക്കേഷൻസിൽ ഒരേ ടൈപ്പ് എലമെന്റ് സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് എന്തെന്ന് പറഞ്ഞാൽ അറേസ് എന്ന് പറഞ്ഞാൽ. അറേസ് ക്യാൻ സ്റ്റോർ ഓൺലി ഹോമോജീനിയസ് എലമെന്റ്സ്. ഒരേ ടൈപ്പ് ഉള്ള എലമെന്റ്സ് ആയിരിക്കും ഒരു അറേയിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. എക്സാമ്പിൾ ആയിട്ട് ഒരു ഇൻഡിജർ അറേയിൽ വി ക്യാൻ ഏബിൾ ടു സ്റ്റോർ ഓൺലി ഇൻഡിജേഴ്സ്. ക്യാരക്ടർ അറേ ആണെങ്കിൽ അത് ക്യാരക്ടേഴ്സ് മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. അന്നേരം നമ്മൾ ഒരു വേർഡ് സ്റ്റോർ ചെയ്യണമെങ്കിൽ അതൊരു ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ആണ്. അതിനെയാണ് നമ്മൾ സാധാരണ സ്ട്രിങ്സ് എന്നൊക്കെ അറിയപ്പെടുന്നത്. കാരണം സി പ്രോഗ്രാമിങ്ങിൽ നമ്മൾ സ്ട്രിങ് മാനിപ്പുലേഷൻ ഒക്കെ പഠിക്കുമ്പോൾ അത് ചെയ്യാൻ വേണ്ടി എന്തിൻ്റെ ആവശ്യം വരും? ക്യാരക്ടർ അറേയുടെ ആവശ്യം വരും. ഓക്കെ, ഇനി അറേസ് ആർ കൺസിഡേർഡ് ആസ് സിംഗിൾ ഡയമെൻഷണൽ ഓർ മൾട്ടി ഡയമെൻഷണൽ. ഒരു ഡയമെൻഷനിലുള്ള അറേ ഉണ്ട്, ഒന്നിൽ കൂടുതലുള്ള ഡയമെൻഷൻസ് ഉള്ള അറേസും ഉണ്ട്. ഏറ്റവും സിമ്പിളായിട്ടൊരു കാര്യം മനസ്സിലാക്കണം, മെമ്മറിയിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള മെമ്മറി ലൊക്കേഷൻസിൽ സ്റ്റോർ ചെയ്യുന്ന ആ ഗ്രൂപ്പ് ഓഫ് എലമെന്റ്സിനെ നമ്മൾ ഒരു പേരിൽ അറിയപ്പെടുന്നതിനാണ് എന്തെന്ന് പറയുന്നത്? അറേ എന്ന് അറിയപ്പെടുന്നത്. ആദ്യം സിംഗിൾ ഡയമെൻഷണൽ അറേസ്. ദിസ് കൈൻഡ് ഓഫ് അറേസ് ആർ ലീനിയർ ഇൻ നേച്ചർ, അല്ലേ? നമ്മൾ ആ ഫിഗർ, രണ്ട് രീതിയിലുള്ള ഫിഗർ നോക്കാം. ഒരു ലോജിക്കൽ റെപ്രസെന്റേഷന് വേണ്ടി നമുക്ക് അങ്ങനെ വേണം ചിന്തിക്കാം. ഹോറിസോണ്ടൽ ആയിട്ടോ വെർട്ടിക്കൽ ആയിട്ടോ നമുക്ക് ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്തിരിക്കുന്ന കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷനെ നമ്മൾ എന്തെന്ന് പറയാം? ഒരു അറേ എന്ന് പറയാം. ഇവിടെ നോക്കുക, ഒരു എലമെന്റ് ഫെച്ച് ചെയ്യാൻ എടുക്കാൻ വേണ്ടി നമുക്ക് എന്ത് മതി? ഒരു ഇൻഡെക്സ് മതി. എക്സാമ്പിൾ ആയിട്ട് ബ്ലൂ കളർ റെപ്രസെന്റ് ചെയ്യുന്ന അറേ ആയാലും ബ്ലാക്ക് കളർ റെപ്രസെന്റ് ചെയ്യുന്ന അറേ ആയാലും അതിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് കുറച്ച് നമ്പേഴ്സ് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഏതെങ്കിലും ലൊക്കേഷനിലെ എലമെന്റ് ഫെച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഒരു ഇൻഡെക്സ് പറഞ്ഞേ എടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഷെൽഫിൽ നിന്നൊക്കെ സാധനം എടുക്കും, ഒന്നാമത്തെ ഷെൽഫിൽ നിന്ന് എടുക്കുക, രണ്ടാമത്തെ ഷെൽഫിൽ നിന്ന് എടുക്കുക, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഇവിടെ എ എന്ന് പറയുന്ന ടോട്ടാലിറ്റി എല്ലാത്തിനൂടെ പറയുന്ന പേരാണ് ഇവിടെ. ആസ് ഫോർ എക്സാമ്പിൾ, അതിനകത്ത് ഏതെങ്കിലും ലൊക്കേഷൻ എലമെന്റ് ഫെച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ഏറ്റവും അവസാനം കിടന്ന എലമെന്റ് എടുക്കുകയാണെങ്കിൽ ആ എലമെന്റ് ഏതാണെന്ന് വെച്ചാൽ 60 എന്ന് പറയാം. ഒന്നാമത്തെ എലമെന്റ് ഏതാണെന്ന് വെച്ചാൽ എന്ത് പറയാം? 12 ആണെന്ന് പറയാം. ഓക്കെ, അങ്ങനെ ഓരോ എലമെന്റിനും ഓരോ ലൊക്കേഷൻ ഉണ്ട്. ഇനി മൂന്നാമത്തെ ബുള്ളറ്റ് പോയിന്റ് നമുക്ക് നോക്കാം. ഈച്ച് അറേ ലൊക്കേഷൻ ഈസ് ഐഡന്റിഫൈഡ് യൂസിങ് only one index. അടുത്ത പോയിന്റ്, the index value of the first location is always 0 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ലൊക്കേഷൻ എലമെന്റ് എടുക്കാൻ പറഞ്ഞാൽ നമുക്ക് എവിടെ നിന്ന് എടുക്കണം? 0th ഇൻഡെക്സ് പൊസിഷനിലെ എലമെന്റ് എടുക്കാൻ പറയും. ചുരുക്കി പറഞ്ഞാൽ എ ഓഫ് 0, എയുടെ 0th ലൊക്കേഷനിലെ കണ്ടന്റ്, 0th ഇൻഡെക്സിലെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 12 ആണ്. ചുരുക്കി പറഞ്ഞാൽ ഈ പറയുന്ന ഫിഗറിനകത്ത്, രണ്ട് ഫിഗറിനകത്ത് എക്സാമ്പിൾ ആയിട്ട് കൊടുത്തേക്കുന്ന എലമെന്റ്സ് 5 എണ്ണം ഉണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇൻഡെക്സ് അവിടെ നിന്നിട്ട് തുടങ്ങും 0 to 4 വരെ ആയിരിക്കും ഇൻഡെക്സ് വേരിയിങ് പോകുന്നത്. 0th ഇൻഡെക്സ്, ഫസ്റ്റ് ഇൻഡെക്സ്, സെക്കൻഡ് ഇൻഡെക്സ്, തേർഡ് ഇൻഡെക്സ്, ഫോർത്ത്. ചുരുക്കി പറഞ്ഞാൽ 5 എലമെന്റ് ഉള്ള അറേയിൽ ഇൻഡെക്സ് അവിടെ നിന്നിട്ടായിരിക്കും സ്റ്റാർട്ടിങ് ഫ്രം 0 to 4. ഇൻ ജനറൽ, in an n element array, the first index is 0 and last index is what? n minus 1. ഈ കേസിൽ a of 2 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഇൻഡെക്സ് ലൊക്കേഷൻ എലമെന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 67 ആയിരിക്കും. ബിക്കോസ് 0th 12 ആണ്, ഫസ്റ്റിൽ 45 ആണ്, സെക്കൻഡിൽ എന്താണ്? 67. ഓക്കെ, ക്ലിയർ? നെക്സ്റ്റ്, 2 dimensional അറേസ്. എന്ന് പറഞ്ഞാൽ 2 dimension എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം, ഏതെങ്കിലും ഒരു ലൊക്കേഷൻ എലമെന്റ് ഫെച്ച് ചെയ്യണമെങ്കിൽ 2 ഇൻഡെക്സ് നമ്മൾ വേണ്ടി are represented like tables consisting of rows and columns.
ഏതെങ്കിലും ലൊക്കേഷനിൽ എലമെന്റ് ഫെച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് റോ വാല്യൂവും പറയണം, കോളം വാല്യൂവും പറയണം. ചുരുക്കി പറഞ്ഞാൽ റോ ഇൻഡെക്സും വേണം, കോളം ഇൻഡെക്സും വേണം. ഇതെല്ലാം റെപ്രസെന്റേഷൻസ് മാത്രമേ ഉള്ളൂ. നമുക്ക് വിഷ്വലൈസ് ചെയ്ത് കാണാൻ വേണ്ടി ഫിസിക്കലി ഇന്റേണലി ഈ രീതിയിൽ നല്ല ആണെന്ന് വിചാരിക്കരുന്നുണ്ട്. നമുക്ക് വിഷ്വലൈസ് ചെയ്യുമ്പോൾ നമുക്ക് റോ വാല്യൂയും കോളം വാല്യൂ ഉണ്ട് ഈ ഫോർമാറ്റിൽ കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഇന്റേണൽ സ്റ്റോറേജ് ഈ രീതിയിൽ തന്നെയാണ് റെപ്രസെന്റ് ചെയ്ത് നിങ്ങൾ കൺഫ്യൂസ് ആക്കണ്ട. ഇത് നിങ്ങൾക്ക് റെപ്രസെന്റ് ചെയ്ത് മനസ്സിലാക്കാൻ വേണ്ടി ഇപ്പം തൽക്കാലം ഇങ്ങനെ മനസ്സിലാക്കുക. ഓക്കെ, അന്നേരം നമുക്കിപ്പം എ എന്ന് പറയുന്ന അറേയിൽ എത്ര റോസ് ഉണ്ട്? ആസ് ഫോർ എക്സാമ്പിൾ 5 റോയും 4 കോളവും ഉണ്ട്. 5 റോയും 4 കോളവും. ചുരുക്കി പറഞ്ഞാൽ ഫസ്റ്റ് ലൊക്കേഷന്റെ ഇൻഡെക്സസ് ഏതൊക്കെയായിരിക്കും? 0 0 ആയിരിക്കും. ഓക്കെ, റോ ഇൻഡെക്സ് സ്റ്റാർട്ട് ഫ്രം 0 ആൻഡ് കോളം ഇൻഡെക്സ് ആൾസോ സ്റ്റാർട്ട് ഫ്രം 0. ഇപ്പം ചുരുക്കി പറഞ്ഞാൽ A00 എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? 30 ആയിരിക്കും. ഓക്കെ, എ ഓഫ് 1,0 എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ റോയിലെ 1,0 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫിസിക്കലി പറയുമ്പം റോ ഇൻഡെക്സ് 0 എന്നാണ് തുടങ്ങുന്നതെങ്കിലും ഇൻഡെക്സ് വാല്യൂ റോയുടെ 1 എന്ന് പറഞ്ഞാൽ എവിടെ ആയിരിക്കും? നമ്മുടെ ഫിസിക്കലി കാണുന്ന രണ്ടാമത്തെ റോ ആയിരിക്കും. രണ്ടാമത്തെ റോയിലെ 0 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എലമെന്റ്. ചുരുക്കി പറഞ്ഞാൽ 1,0 എന്ന് പറഞ്ഞാൽ നമുക്ക് ഉത്തരം എന്ത് കിട്ടും? 50 എന്നായിരിക്കും കിട്ടുന്നത്. ക്ലിയർ? അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഒരു n/m റോസും n കോളംസും ഉള്ള ഒരു അറേ ആണെന്ന് അസ്യൂം ചെയ്യുക. ലാസ്റ്റ് എലമെന്റ് ഏതായിരിക്കും? A of m-1 പിന്നെന്താണ്? n-1 ആയിരിക്കും ഇൻഡെക്സസ് എന്ന് പറഞ്ഞാൽ. ഫസ്റ്റ് ഇൻഡെക്സ് എന്തായിരിക്കും? 0,0 ആയിരിക്കും. ക്ലിയർ? അടുത്ത മൾട്ടി ഡയമെൻഷണൽ അറേസ്. ഒന്നിൽ കൂടുതലുള്ള എല്ലാം മൾട്ടി ഡയമെൻഷണൽ അറേസ് ആണ്. മൾട്ടി ഡയമെൻഷണൽ അറേസ് ആർ നോൺ ലീനിയർ സ്ട്രക്ചേർഡ്. ലീനിയർ ഫോർമാറ്റ് ആയിരിക്കണമെന്നില്ല. ഇനി എക്സാമ്പിൾസ് 2 ഡയമെൻഷണൽ അറേസും 3 ഡയമെൻഷണൽ അറേസും ഒക്കെ എക്സാമ്പിൾസ് ആണ്. 3 ഡയമെൻഷണൽ ആവണമെന്നില്ല. only up to 3 dimensional can be represented pictorially. നാളെ എക്സ് ആക്സിസ്, വൈ ആക്സിസ്, ഇസഡ് ആക്സിസ് ഇതുവരെ നമുക്ക് പിക്ചോറിക്കലി ഒക്കെ കാണിച്ചു കൊടുക്കാം. അതിനും കൂടുതൽ ഡയമെൻഷൻസ് ഉള്ള ഇൻഫർമേഷൻസ് നമുക്ക് ആക്കി ആ രീതിയിൽ നമ്മൾ വെർച്വലി നമ്മൾ ചിന്തിച്ചാൽ അങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പോസിബിൾ ആണ്. ഓക്കെ, അതിന് സിംഗിൾ ഡയമെൻഷൻ ഒരു ഇൻഡെക്സേ ഉള്ളൂ, 2 ഡയമെൻഷൻ 2 ഇൻഡെക്സ് ഉണ്ട്, 3 ഡയമെൻഷനിൽ 3 ഇൻഡെക്സ് ഉണ്ട്. അതിൽ 4 ഡയമെൻഷനുള്ള ഒരു അറേ ആണെങ്കിൽ എന്താണ് 4 ഇൻഡെക്സ് കൊടുത്തായിരിക്കും എലമെന്റിനെ ഫെച്ച് ചെയ്യുന്നത്. എന്തായാലും മെമ്മറിയിൽ ഇത് കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷൻ ആയിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. പിന്നെ അടുത്ത പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഒരു ടൈപ്പ് ഓഫ് എലമെന്റ് ഒരു അറേയിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് അറേ ഡിക്ലറേഷൻസ്. എങ്ങനെ നമുക്ക് ഒരു അറേ ഒരു സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഡിക്ലെയർ ചെയ്യാം? ആദ്യം സിന്റാക്സ് നോക്കാം. ഡാറ്റ ടൈപ്പ് പറയണം, അറേ നെയിം പറയണം, സ്ക്വയർ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, മാക്സിമം ഓഫ് നമ്പർ ഓഫ് എലമെന്റ്സ് അതൊരു കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കണം. ഒരു കാരണവശാലും അവിടെ ന്യൂമറിക് വാല്യൂ പറയാൻ പറ്റില്ല. സ്ക്വയർ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, സെമികോളൻ. എക്സാമ്പിൾ നോക്കുക, INT A സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് 10 സെമികോളൻ. അന്നേരം ദ സൈസ് ഓഫ് എ എന്ന് പറയുന്ന ഇൻഡിജർ സിംഗിൾ ഡയമെൻഷൻ അറേയുടെ വലിപ്പം എത്രയാണ്? 10. ഇൻഡെക്സ് എവിടെ നിന്ന് എവിടം വരെ മൂവ് ചെയ്യും? 0 to 9 വരെ ആയിരിക്കും. ഫസ്റ്റ് ഇൻഡെക്സ് ഈസ് 0 ആൻഡ് ലാസ്റ്റ് ഇൻഡെക്സ് ഈസ് 9 ഇൻ എ 10 എലമെന്റ് ഇൻഡിജർ സിംഗിൾ ഡയമെൻഷണൽ അറേ. ആസ് ഫോർ അവർ എക്സാമ്പിൾ. നെക്സ്റ്റ് 2 ഡയമെൻഷണൽ അറേസ് സെയിം തന്നെ പോലെ തന്നെ സിൻടാക്സിനകത്ത് ഡാറ്റ ടൈപ്പ് ആദ്യം പറയുക, അറേയുടെ പേര് പറയുക, 2 റോയും കോളം ഉണ്ടല്ലോ, അല്ലെങ്കിൽ 2 ഡയമെൻഷൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് വരാം? നമ്പർ ഓഫ് റോസിന്റെ മാക്സിമം പറയണം, നമ്പർ ഓഫ് കോളത്തിന്റെ മാക്സിമം പറയണം. INT A ഓഫ് 5 അടുത്ത 4 എന്ന് പറഞ്ഞാൽ 5 റോയും 4 കോളവുമുള്ള ഒരു ഇൻഡിജർ അറേ ആണ്. ടോട്ടൽ നമ്പർ ഓഫ് എത്ര എലമെന്റ്സ് സ്റ്റോർ ചെയ്യാൻ പറ്റും? 5 into 4. ഓക്കെ, 5 into 4 അത്രയും നമ്പർ ഓഫ് എന്താണ് ഇൻഡിജർ എലമെന്റ്സ് എ എന്നുള്ള അറേയിലോട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇനി അതിൽ കൂടുതൽ എലമെന്റ്സ് ഉള്ള അറേ ആണെങ്കിൽ എലമെന്റ്സ് സ്റ്റോർ ചെയ്യണം. അത് മൾട്ടിപ്പിൾ ഡയമെൻഷൻ ആണ്, 2 ഡയമെൻഷൻ അതിൽ കൂടുതൽ ഡയമെൻഷൻസ് ഉള്ള എക്സാമ്പിൾസ് ആണ് താഴെ പറഞ്ഞത്. INT A of 5 4 5 എന്ന് പറഞ്ഞാൽ 3 ഡയമെൻഷൻ ഉണ്ട്. ടോട്ടൽ നമ്പർ ഓഫ് എലമെന്റ്സ് പറഞ്ഞാൽ 5 into 4 into 5 5 into 4 20 into 5 100 എലമെന്റ്സ് ലാസ്റ്റ് പറഞ്ഞ എക്സാമ്പിൾസ് പ്രകാരമുള്ള അറേയിൽ സ്റ്റോർ ചെയ്യുക. ഇന്നത്തെ 0th എലമെന്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എലമെന്റ് എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? A of 0 സ്ക്വയർ ബ്രാക്കറ്റ് അടുത്ത 0 0 0 A of 0 0 0 3 0 ആ പൊസിഷൻ
റോ. ചുരുക്കി പറഞ്ഞാൽ ഒരു 3 dimensional റെപ്രസെന്റേഷൻ പോയി പറഞ്ഞാൽ എക്സിന്റെ വാല്യൂ 0, വൈയുടെ വാല്യൂ 0, ഇസഡിന്റെ വാല്യൂ 3. ഫസ്റ്റ് ഡയമെൻഷന്റെ വാല്യൂ 0, സെക്കൻഡ് ഡയമെൻഷന്റെ വാല്യൂ 0, തേർഡ് ഡയമെൻഷന്റെ വാല്യൂ 0 വരുന്നതായിരിക്കും ഫസ്റ്റ് എലമെന്റ്. ചുരുക്കി ലാസ്റ്റ് എലമെന്റ്സ് എന്തൊക്കെയായിരിക്കും? 5 - 1 4ഉം 3ഉം 4ഉം ആയിരിക്കും. അതാണ് ഏറ്റവും അവസാനത്തെ എലമെന്റ്. ചുരുക്കി പറഞ്ഞാൽ അതിനകത്ത് 5 × 4 × 5 അത്രയും നമ്പർ ഓഫ് എലമെന്റ്സ് ലാസ്റ്റ് സിന്റാക്സ് പ്രകാരം പറഞ്ഞുള്ള എക്സാമ്പിൾ പ്രകാരമുള്ള എ എന്ന് പറയുന്ന 3 dimensional അറേയിൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ സാധിക്കും. We try a simple example. Reading arrays. അറേയിലോട്ട് എലമെന്റ്സ് എങ്ങനെ സ്റ്റോർ ചെയ്യാം? നമുക്കറിയാം ഒന്നിൽ കൂടുതൽ എലമെന്റ്സ് ഉണ്ട്. അതിന് നോക്കുക, ഇവിടെ സ്കാനഫ് പെർസെൻറ്റേജ് ആൻഡ് ഓഫ് എ ഓഫ് ഐ, ആൻഡ് ഓഫ് എ ഓഫ് ഐ. ആൻഡ് ഓഫ് എ എന്നേ ഉള്ളായിരുന്നെങ്കിൽ അതൊരു അറേ ആവാൻ പറ്റത്തില്ല. ഇവിടെ എ ഓഫ് ഐ. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് എന്നിന്റെ വാല്യൂ 5 ആണെങ്കിൽ ഈ ലൂപ്പ് എത്ര പ്രാവശ്യം വർക്ക് ചെയ്യും? 5 പ്രാവശ്യം വർക്ക് ചെയ്യും. എവിടെ നിന്നിട്ടാണ്? 0 to 4 വരെ വർക്ക് ചെയ്യും. നമ്മുടെ ആദ്യത്തെ പ്രാവശ്യം വരുമ്പോൾ സ്കാനർ പെർസെൻറ്റേജ് ഡി ആൻഡ് ഓഫ് എ ഓഫ് ഐ എന്ന് പറഞ്ഞാൽ എ ഓഫ് 0 സ്റ്റോർ ചെയ്യും, അടുത്ത 0 എ ഓഫ് 1 സ്റ്റോർ ചെയ്യും, അടുത്ത 2 സ്റ്റോർ ചെയ്യും, അടുത്ത എ ഓഫ് 3 സ്റ്റോർ ചെയ്യും, അടുത്ത എ ഓഫ് 4 സ്റ്റോർ ചെയ്യും. 5 ആകുമ്പോൾ ലൂപ്പിൽ നിന്ന് പുറത്താവും. ചുരുക്കി പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള മെമ്മറി ലൊക്കേഷനിൽ നമ്മൾ കീബോർഡ് വഴി എൻ്റർ ചെയ്യുന്ന 5 നമ്പറുകളും ഫിസിക്കലായിട്ട് വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ സ്റ്റോർ ചെയ്യും. പക്ഷെ കണ്ടിന്യൂസ് ആയിരിക്കും. മൊത്തത്തിൽ സ്റ്റോർ ചെയ്ത സ്ഥലത്തിനെ എല്ലാം കൂടെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഏത് പേര് നമ്മൾ ഉപയോഗിക്കുന്നു? എ എന്നുള്ള പേര് ഉപയോഗിക്കുന്നുള്ളൂ. അതാണ് എ എന്ന് പറയുന്ന ഇൻറ്റിജർ അറേ. ഇനി ഒരു 2 dimensional അറേയിലോട്ട് ഡാറ്റ റീഡ് ചെയ്യണമെങ്കിൽ ഒരു 2 dimensional അറേ നമുക്ക് 2 രീതിയിൽ ഡാറ്റ സ്റ്റോർ ചെയ്യാം. എന്ത് ചെയ്യാം? റോ വൈസ് ആയിട്ട് ഡാറ്റ ഫില്ല് ചെയ്ത് വന്നതിന് ശേഷം റോ വൈസ് ഫസ്റ്റ് റോ ആദ്യം ഫില്ല് ചെയ്യാം, പിന്നെ സെക്കൻഡ് റോ ഫില്ല് ചെയ്യാം, പിന്നെ തേർഡ് റോ ഫില്ല് ചെയ്യാം, ഫോർത്ത് റോ ഫില്ല് ചെയ്യാം, ഫിഫ്ത്ത് റോ ഫില്ല് ചെയ്യാം, അങ്ങനെ ഫില്ല് ചെയ്യാം. ഇതാണ് നോർമൽ ജനറൽ പ്രാക്ടീസ്. അതാണ്. ഓക്കെ. ഇപ്പം നമ്മൾ ന്യൂസ് പേപ്പർ എടുത്ത് വായിക്കുന്ന ഒന്നാമത്തെ സെന്റൻസ് വായിക്കുന്നു. ഒന്നാമത്തെ സെന്റൻസ് ഒരു 50 അക്ഷരം ഉണ്ടായിരിക്കും. പിന്നെ രണ്ടാമത്തെ സെന്റൻസ് വായിക്കുന്നു, അതിനകത്ത് 50 അക്ഷരം ഉണ്ടായിരിക്കും. അതാണ് നോർമൽ റീഡിംഗ് പ്രാക്ടീസ്. നമ്മൾ റോ വൈസ് റീഡിംഗ് ആണ് നടത്തുന്നത്. ഇനി കോളം വൈസ് വേണമെങ്കിൽ റീഡ് ചെയ്യാം. ആദ്യം ഒന്നാമത്തെ കോളം റീഡ് ചെയ്യുന്നു, പിന്നെ രണ്ടാമത്തെ കോളം റീഡ് ചെയ്യുന്നു, പിന്നെ മൂന്നാമത്തെ കോളം റീഡ് ചെയ്യുന്നു. അങ്ങനെ വേണമെങ്കിൽ കോളം വൈസ് റീഡ് ചെയ്ത് ഫസ്റ്റ് കോളം മൊത്തം വായിച്ചു തീർക്കുന്നു. ഇപ്പം 2 കോളമായിട്ടാണ്. ഒന്നാമത്തെ കോളത്തിൽ കുറേ ഐറ്റത്തിൻ്റെ പേര് എഴുതിയിട്ടുണ്ട്, രണ്ടാമത്തെ കോളത്തിലും കുറേ ഐറ്റത്തിൻ്റെ പേര് എഴുതുന്നുണ്ട്. പിന്നെ ഫസ്റ്റ് കോളത്തിൽ 50 ഐറ്റത്തിൻ്റെ പേരാണ്, സെക്കൻഡ് കോളത്തിൽ 50 ഐറ്റത്തിൻ്റെ പേരാണ്. 100 ഐറ്റം ഉണ്ട്. അങ്ങനെ ഫസ്റ്റ് കോളം മൊത്തം നമ്മൾ വായിച്ചു തീർക്കുന്നു, പിന്നെ സെക്കൻഡ് കോളം മാത്രം വായിക്കുന്നു. ഓക്കെ. അങ്ങനെ വേണമെങ്കിൽ റീഡ് ചെയ്യാം. അതിന് ഏത് രീതിയിൽ വേണമെങ്കിൽ നമുക്ക് അറേ യൂസ് ചെയ്യാം. 2 ഇൻഡെക്സ് ഉണ്ടല്ലോ. അതിന് റോ വൈസ് ആയിട്ടാണ് റീഡ് ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യും? ഓരോ റോയുടെ വേരിയേഷനും കോളം ഫുൾ സർക്കിൾ കംപ്ലീറ്റ് ചെയ്യണം. തിരിച്ചാൽ എന്ത് ചെയ്യും? ഓരോ കോളത്തിന്റെ വേരിയേഷനും റോ ഫുൾ സർക്കിൾ വേരി ചെയ്യണം. ഇവിടെ ആദ്യത്തെ എക്സാമ്പിൾ റോ വൈസ് നോക്കുക. ഫോർ ഐ ഈസ് ഈക്വൽ 0 ഐ ലെസ് ദാൻ ആർ റോസ്, അല്ലെങ്കിൽ വേരിയബിളിന്റെ പേര് ആർ എന്ന് കൊടുത്ത് പ്ലസ് ഐ. അതിന്റെ ഇന്നർ ലൂപ്പ് എന്താണ്? ഫോർ ജെ ഈക്വൽ 0 ജെ ലെസ് ദാൻ സി പ്ലസ് ജി. സ്കാനർ പെർസെൻറ്റേജ് ഡി ആൻഡ് ഓഫ് എ ഓഫ് ഐ ജെ. സ്ക്വയർ ബ്രാക്കറ്റിലേക്കാണ് ഇടുന്നത്. നിങ്ങൾ വായിക്കുമ്പോൾ എ ഓഫ് ഐ ജെത്തിലാണ്. അന്നേരം ഫോർ ഈച്ച് വേരിയേഷൻ ഓഫ് ഐ ജെ വേരീസ് ഫ്രം 0 to c ആണ്. ഐയുടെ വാല്യൂ 0 ആയിരിക്കുമ്പോൾ ജെ 0യിൽ തുടങ്ങി സി ആവുന്നതാണ് ലെസ് ദാൻ സി വരെ വർക്ക് ചെയ്യും. എക്സാമ്പിളായിട്ട് ആറിൻ്റെ വാല്യൂ 2 ആണെന്ന് വിചാരിക്കുക. എത്ര പ്രാവശ്യം വർക്ക് ചെയ്യും? 0യ്ക്കും വർക്ക് ചെയ്യും, 1നും വായിക്കും. കോളത്തിൻ്റെ വാല്യൂ 3 ആണെന്ന് വിചാരിക്കുക. എത്ര പ്രാവശ്യം വരിക്കും? ഐയുടെ വാല്യൂ 0 ആയിരിക്കും, ജെ 0യിൽ തുടങ്ങി 2 വരെ വർക്ക് ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ ആദ്യത്തെ വാല്യൂ എന്തായിരിക്കും? I0 J0. അടുത്ത പ്രാവശ്യം ജെയുടെ വാല്യൂ കൂടുള്ളൂ. അന്നേരം എന്താണ്? I0 J1. അടുത്ത പ്രാവശ്യം എന്താണ്? I0 J2. അത് ആ രീതിയിൽ വർക്ക് ചെയ്യും. നെക്സ്റ്റ് നമ്മൾ കോളം വൈസിലോട്ട് വന്നാൽ എന്താണ് വ്യത്യാസം? നമ്മൾ ലൂപ്പ് തിരിച്ചിട്ടു. എന്ത് പറഞ്ഞു? ആദ്യം ജെ ലൂപ്പ് ഔട്ടർ ലൂപ്പാക്കി, ഐ ലൂപ്പ് ഇന്നർ ലൂപ്പാക്കി. സെയിം പ്രോസസ്സ് റീഡ് ചെയ്യുന്നിടത്ത് ഐ ജെ തന്നെ പറയുന്നു. എന്നാൽ ഫോർ ഈച്ച് വേരിയേഷൻ ഓഫ് നമ്മൾ എന്ത് ചെയ്യുന്നു? റോ ഓരോ പ്രാവശ്യം വരുമ്പം ജെ മൊത്തത്തിൽ വേരി ചെയ്യും. ഓക്കെ. അങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ഇൻഫർമേഷൻസ് അറേയിലോട്ട് ഫെച്ച് ചെയ്യാം. ഒന്നിൽ കൂടുതൽ ലൊക്കേഷൻസിലുള്ള എലിമെന്റ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി ലൂപ്പിംഗ് ഉപയോഗിക്കേണ്ടി വരും. ഇവിടെ നമുക്ക് നോക്കിയാൽ ഈ സ്കാനഫ് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് റിപ്പീറ്റീവ് ആയിട്ട് ചെയ്യേണ്ടതാണ്. അതിനകത്ത് ഓരോ വേരിയേഷൻ. അതിനാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ എന്ത് പഠിച്ചത്? ലൂപ്സ് പഠിച്ചത്. ഓക്കെ. അല്ലാതെ ലൂപ്പില്ലെന്ന് വിചാരിക്കുക. നമുക്ക് എ എന്നുള്ള ഒരു 5 എലമെന്റ് ഉള്ള ഒരു അറേയിൽ, സിംഗിൾ ഡയമെൻഷണൽ അറേയിൽ 5 എലമെന്റ് സ്റ്റോർ ചെയ്യണമെങ്കിൽ എത്ര പ്രാവശ്യം സ്കാനഫ് എഴുതണം? 5 പ്രാവശ്യം നമ്മൾ എഴുതേണ്ടി വരും. ഓക്കെ, ക്ലിയർ? നെക്സ്റ്റ് പ്രിന്റിംഗ് അറേസ് അല്ലെങ്കിൽ ഡിസ്പ്ലേ അറേസ്. ആദ്യം സിംഗിൾ ഡയമെൻഷൻ അറേ നോക്കാം. കഴിഞ്ഞ എക്സാമ്പിൾ നോക്കിയതിൻ്റെ കൂട്ട് തന്നെ ഇവിടെ 5 എൻ്റെ വാല്യൂ 5 ആണെങ്കിൽ 5 പ്രാവശ്യം
പ്രിന്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്യണം. നമ്മൾ എന്ത് ചെയ്ത് ഫോർ i is equal 0 i less than n അസ്യൂമിങ് ഐയുടെ വാല്യൂ 10 ആണെങ്കിൽ ഇത് 10 ടൈംസ് ചെയ്യും. ഓരോ തവണ ഐയുടെ വാല്യൂ കൂട്ടിക്കൊണ്ടിരിക്കും. പ്രിന്റ് ഓഫ് പെർസെൻറ്റേജ് 5d a of i 5d എന്തിനാണ് കൊടുത്തത്? ഓരോ നമ്പർ പ്രിന്റ് ചെയ്യാനും 5 വിട്ട് വീതം എടുത്ത് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയാണ് കൊടുത്തത്. ഇത് ഹൊറിസോണ്ടലി ഒറ്റ ലൈനിലായിട്ട് അങ്ങ് പ്രിന്റ് ചെയ്യും. നമുക്ക് ഓരോരോ ലൈനിലായിട്ട് താഴെ നമ്പർസ് പറഞ്ഞാൽ എന്ത് കൊടുക്കണം? നമ്മൾ പെർസെൻറ്റേജ് 5d പകരമായിട്ട് എന്ത് കൊടുത്താൽ മതി? ഒരു സ്ലാഷ് എന്നൂടെ കൊടുത്താൽ താഴത്തെ ഓരോ നമ്പർ ഓരോ ലൈനിലായിട്ട് വന്നുകൊണ്ടിരിക്കും. അതൊക്കെ നമ്മൾ പ്രീവിയസ് എക്സാമ്പിൾസ് ഒക്കെ നമ്മൾ പഠിച്ചതാണ്. അതൊക്കെ അടുത്ത ഡിസ്പ്ലേ 2 dimensional arrays. 2 dimensional array നമുക്ക് പ്രിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നേരത്തെ പറഞ്ഞതിൻ്റെ കൂട്ട് തന്നെ പ്രിന്റ് ചെയ്യാനാണെങ്കിൽ സ്കാൻഎഫിന് പകരം പ്രിന്റ് എഫ് ഉപയോഗിച്ചാൽ മാത്രം മതി. ഇനി 2 dimensional ഫോർമാറ്റ് റോ കോളം ഫോർമാറ്റിൽ തന്നെ പ്രിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വെറുതെ നമ്പേഴ്സ് ലീനിയർ ആയിട്ട് അങ്ങ് പ്രിന്റ് ചെയ്താൽ പോയാൽ മതിയെങ്കിൽ നമുക്ക് എന്ത് പറഞ്ഞാൽ മതി? ഫസ്റ്റ് ഫോർ ലൂപ്പ് കഴിഞ്ഞിട്ട് പ്രിന്റ് ഓഫ് സ്ലാഷ് n എന്നൊരു ലൈനിൻ്റെ ആവശ്യമില്ല. ഇതെന്ത് ചെയ്യുന്നു? ഓരോ റോയും തുടങ്ങുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ഐയുടെ വാല്യൂ 0 ആയിരിക്കുമ്പോഴും അല്ലെങ്കിൽ റോ വൈസ് പ്രിന്റ് ചെയ്യും ഐയുടെ വാല്യൂ 0 ആയിരിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? ഒരു പുതിയ ലൈനിലോട്ട് പോകുന്നു. അങ്ങനെ പിന്നെ ജെ ലൂപ്പ് കണ്ടിന്യൂസ് തീരുന്നവരെ എന്ത് ചെയ്യുന്നു? 5d ഫോർമാറ്റിൽ ഒറ്റ ലൈൻ. ഒന്നാമത്തെ ലൈൻ എപ്പം കഴിയുന്നോ? ഒന്നാമത്തെ ലൈൻ എപ്പോഴാണ് കഴിയുന്നത്? ഐയുടെ വാല്യൂ 0 നിന്ന് 1 ആകുമ്പോൾ അന്നേരം വീണ്ടും പുതിയ ലൈനിലോട്ട് പോകുന്നു. ശരിക്കും പറഞ്ഞാൽ ഇതൊരു 2 dimensional ഫോർമാറ്റിൽ തന്നെ ഒരു ടാബുലാർ ഫോർമാറ്റിൽ തന്നെ നമുക്ക് ഇൻഫർമേഷൻസ് കിട്ടും. ഒരു ഫോർമാറ്റ് റോ വൈസ് ആണെങ്കിൽ ഒന്ന് കോളം വൈസ് ആണെന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ പ്രിന്റ് ചെയ്യുന്നത്. അത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. റോയും കോളത്തിൻ്റെ വാല്യൂസ് നമ്മൾ ലൂപ്സ് ഇന്റർചേഞ്ച് ചെയ്ത് കൊടുത്തെന്നുള്ള മാത്രമേ ഉള്ളൂ. ഓക്കെ, ഈ പ്രോഗ്രാംസ് ഒക്കെ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. ഈ പ്രോഗ്രാം ചെയ്യണമെങ്കിൽ ഇതിനകത്ത് ആദ്യം ഒരു 2 dimensional array ഡിക്ലെയർ ചെയ്യണം. നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ കണ്ട പോലുള്ള ഒരു സ്കാൻഎഫ് സ്റ്റേറ്റ്മെന്റ് എഴുതണം. എന്നിട്ട് അത്രയും നമ്പേഴ്സ് അക്സെപ്റ്റ് ചെയ്യണം. എന്നിട്ട് ഈ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ് കൊടുത്താൽ നമുക്ക് ഫുൾ പ്രോഗ്രാമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അടുത്തൊരു എക്സാമ്പിൾ പ്രോഗ്രാം നമുക്ക് നോക്കാം. പ്രോഗ്രാം ടു ഫൈൻഡ് സം ഓഫ് n elements stored in an array. ഒരു അറേയിൽ സ്റ്റോർ ചെയ്തേക്കുന്ന n നമ്പേഴ്സിന്റെ സമ്മ് കണ്ടുപിടിക്കണം. ഇവിടെ നമ്മൾ അറേയിൽ എലമെന്റ്സ് എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത്? കീബോർഡ് വഴി നമ്പർ അക്സെപ്റ്റ് ചെയ്യണം. അതിന് മുമ്പ് എന്ത് ചെയ്യണം? എത്ര നമ്പർ സ്റ്റോർ ചെയ്യുന്നുള്ള ചോദ്യത്തിനും ഉത്തരം പറയേണ്ടി വരും. ഓക്കെ, ഇവിടെ നമ്മൾ എന്ത് ചെയ്തേക്കുന്നു? ചെക്ക് ചെയ്യാം. int a of 100 i, n സം ഈക്വൽ 0 വേരിയബിൾസ് ഒക്കെ ഡിക്ലെയർ ചെയ്ത് സം ഈക്വൽ 0 ഇനിഷ്യലൈസ് ചെയ്തു. എൻ്റർ n എന്നിൻ്റെ വാല്യൂ എൻ്റർ ചെയ്യാൻ പറഞ്ഞു. ഫോർ i is equal 0 i less than n plus plus i scanf percentage and of a of i നമ്പർ അക്സെപ്റ്റ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഓരോ നമ്പർ അക്സെപ്റ്റ് ചെയ്യുന്ന അതേ സമയത്ത് തന്നെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? സം പ്ലസ് ഓർ ഈക്വൽ ടു a of i. നമ്മൾ സമ്മേഷൻ ഓഫ് സീരീസും സം ഓഫ് n നമ്പേഴ്സും ഒക്കെ ചെയ്തിട്ടുള്ള അതേ എക്സാമ്പിൾസ് ആണ് ഇവിടെ ചെയ്യുന്നത്. ഫസ്റ്റ് നമ്പർ ഗെറ്റ് ചെയ്യുന്നത് a of 0 ഗെറ്റ് ചെയ്യുന്ന ആ ഇൻസ്റ്റന്റ് നമ്മൾ എന്ത് ചെയ്യും? സമ്മിൻ്റെ വേരിയബിളിലോട്ട് ആ വാല്യൂ സമ്മേറ്റ് കൂട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. ലൂപ്പിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ എന്ത് കാണും? സം എന്നുള്ള വേരിയബിളിൽ നമ്മൾ കീബോർഡ് വഴി കൊടുത്തിട്ടുള്ള നമ്പേഴ്സ് എല്ലാം തന്നെ കാണാം. ഓക്കെ, ഇവിടെ നമ്മൾ ഔട്ട്പുട്ട് നോക്കാം. എൻ്റർ നമ്പർ 5 10 20 30 40 50 നമ്മൾ കൊടുത്തു. അവസാനം റിസൾട്ട് ആയിട്ട് എന്ത് നമുക്ക് കിട്ടി? 150 കിട്ടി. ഓക്കെ, പ്രോഗ്രാം ടു ഫൈൻഡ് ദ ലാർജസ്റ്റ് ഓഫ് n elements stored in an array. ഒരു കുറേ ഗ്രൂപ്പ് ഓഫ് നമ്പേഴ്സിൻ്റെ ഏറ്റവും വലുത് കണ്ടുപിടിക്കാൻ നമ്മൾ 2 നമ്പറിൻ്റെ ഇപ്പോൾ വലുത് കണ്ടുപിടിച്ചു, 3 നമ്പറിൻ്റെ കണ്ടുപിടിച്ചു. അതൊക്കെ നമ്മൾ സിമ്പിൾ ഇഫ് ഒക്കെ ചെയ്തു. അതേ ലോജിക്ക് തന്നെയാണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്. നമ്മൾ വേറെ രീതി ചെയ്യും. ഇവിടെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഫൈൻഡ് ദ ലാർജസ്റ്റ് എന്ന് കമൻറ്റ് എഴുതിയേക്കുന്ന വരെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് പ്രീവിയസ് എക്സാമ്പിൾ പ്രോഗ്രാമിൽ നോക്കിയത് തന്നെയാണ്. ഓക്കെ, ഫൈൻഡ് ദ ലാർജസ്റ്റ് കഴിഞ്ഞുള്ള കമൻറ്റ് കഴിഞ്ഞിട്ടുള്ള ലോജിക്ക് മാത്രം നോക്കാം. നമ്മൾ എന്ത് ചെയ്യുന്നു? we assume large equal to a of 0. ഫസ്റ്റ് എലമെന്റിനെ ലാർജസ്റ്റ് ആയിട്ട് അസ്യൂം ചെയ്യും. ആദ്യം ഒരു നമ്പറേ ഉള്ളെന്ന് വിചാരിക്കും. ഏറ്റവും വലുത് ഏതാണ്? a of 0 ആണ്. ഇനി ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു? n എലമെന്റ്സ് ഉള്ളതിനകത്ത് റിമൈനിങ് n-1 എലമെന്റുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യണം. ഫസ്റ്റ് എലമെന്റ് ആണ് ബിക്കോസ് 10 എലമെന്റ് ഉണ്ടെങ്കിൽ ഒന്നാമത്തെ നമ്പറിനെ ലാർജസ്റ്റ് ആയിട്ട് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിലവിലുള്ള ലാർജ് എന്നുള്ള വാല്യൂവും എന്താണ് ബാക്കിയുള്ള 9 എലമെന്റുമായിട്ടും കമ്പയർ ചെയ്യണം. എപ്പോഴെങ്കിലും കമ്പയർ ചെയ്യുമ്പോൾ പുതുതായിട്ട് കിട്ടുന്ന നമ്പർ ഏതെങ്കിലും സമയത്തുള്ള ലാർജിനേക്കാളും വലുതാണെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഉടനെ റീപ്ലേസ് ദ ന്യൂ വാല്യൂ വിത്ത് കറന്റ് ലാർജ്. അതാണല്ലോ ലോജിക്ക്. എത്രയേ ഉള്ളൂ. 10 നമ്പറിന് വലുത് കണ്ടുപിടിക്കാൻ അല്ലെ നിങ്ങളുടെ ഫ്രണ്ട്സ് 10 പേര് നിരന്നിരിക്കുന്നു. ഏറ്റവും നീളമുള്ള ആളിനെ കണ്ടുപിടിക്കണം അല്ലെങ്കിൽ ഏറ്റവും വണ്ണമുള്ള ആളിനെ കണ്ടുപിടിക്കണം. ഓക്കെ,
അല്ലെങ്കിൽ ഏറ്റവും വലിയ ആളിനെ കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൽ നിന്ന് ഏറ്റവും കൂടുതൽ മാർക്കുള്ള ആളെ കണ്ടുപിടിക്കണം. ഇതൊക്കെയാണല്ലോ ലാർജസ്റ്റ്, കൂട്ടത്തിൽ വലിയതിനെ കണ്ടുപിടിക്കും, അത്രയേ ഉള്ളൂ. അന്നേരം ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഫോർ i = 1 തൊട്ടാണ് തുടങ്ങുന്നത്. എന്തുകൊണ്ടാണ്? ബിക്കോസ് വി ആൾറെഡി അസൈൻ എന്താണ് 0th element as assume the 0th element as the largest element. പിന്നെ റിമൈനിങ് സെറ്റ് 1 നിന്ന് തുടങ്ങുന്നുള്ളൂ. 1 തൊട്ട് <n വരെ മതി. ബിക്കോസ് ഇൻഡെക്സ് ആൾവേസ് സ്റ്റാർട്ട്സ് വിത്ത് 0 ഇൻ ആൻ അറേ. സി അറേയിൽ എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു? 0 നിന്ന് സ്റ്റാർട്ട് ചെയ്യും. i = 1, i <n വരെ ചെയ്യുക. ഓരോ തവണ എഴുതുന്ന രണ്ടിൽ ഒരു ഈഫ് സ്റ്റേറ്റ്മെന്റ് മാത്രമേ പ്രധാനമുള്ളൂ. എന്താണ്? ഈഫ് a of i greater than large, ഏതെങ്കിലും സമയത്ത് അന്നേരം വരുന്ന ith ലൊക്കേഷൻ എലമെന്റ് നിലവിലുള്ള ലാർജിനേക്കാളും വലുതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? we assign current a of i to large. അതേയുള്ള സിമ്പിൾ സ്റ്റെപ്പ്. ഏതെങ്കിലും സമയത്ത് നിലവിൽ കിട്ടുന്ന നമ്പറും അന്നേരം ഉണ്ടായിരുന്ന ലാർജിനേക്കാളും വലുതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? പുതിയ നമ്പറിനെ ലാർജ് ആക്കി വെക്കുന്നു. അവസാനം <n വരെ ചെയ്തിട്ട് ലൂപ്പിൽ നിന്ന് പുറത്തിറങ്ങുമ്പം ലാർജ് എന്നുള്ള വേരിയബിൾ എന്ത് കാണും? ഏറ്റവും വലിയ നമ്പർ കാണും. നമ്മൾ ഔട്ട്പുട്ട് വെരിഫൈ നോക്കാം. ഒരു എക്സാമ്പിൾ ഞാൻ കൊടുത്തു. 5 നമ്പേഴ്സ് കൊടുത്തു, 23, 34, 21, 10, 15 എന്ന് കൊടുത്തു. ലാർജസ്റ്റ് എന്തെന്ന് നമുക്ക് ഉത്തരം കിട്ടി? 34 എന്ന് ഉത്തരം കിട്ടുന്നു. സിമ്പിൾ പ്രോഗ്രാം. അതുപോലെയുള്ളൊരു സിമ്പിൾ പ്രോഗ്രാമാണ് ഈ പ്രോഗ്രാം. ഒരു കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് എന്ത് ചെയ്യുന്നു? ലാർജസ്റ്റ് എലമെന്റ് കിടക്കുന്ന സ്ഥലം, അതിൻ്റെ പൊസിഷൻ എവിടാണ്. ഇപ്പം നമുക്കറിയാം, ഒരു കോമൺ മാനെ സംബന്ധിച്ചുള്ള ഒന്നാമത്തെ എലമെന്റ് എന്ന് പറഞ്ഞാൽ ഫിസിക്കലി ഒന്നാമത് കിടക്കുന്ന എലമെന്റ് 1 ആണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചുള്ള എന്താണ്? 0th എലമെന്റ് ആണ്. 0 ആദ്യം കാണുന്ന എലമെന്റ് 0th എലമെന്റ് ആണ്. ഇപ്പം അയാൾ 10ാമത്തെ എലമെന്റ് 10ാമത്തെ നമ്പർ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റോർ ചെയ്തേക്കുന്ന സ്ഥലം സിയുടെ എക്സാമ്പിൾ എന്തായിരിക്കും? 9th ബിക്കോസ് അവർ ഇൻഡെക്സ് സ്റ്റാർട്ട്സ് ഫ്രം 0 to 9. അതിന് പൊസിഷൻ കാണിക്കുമ്പോൾ എപ്പോഴും നോർമൽ യൂസറിനെ കാണിക്കുമ്പോൾ പൊസിഷൻ വാല്യൂ ഐയേക്കാൾ 1 കൂട്ടി കാണിക്കും, അത്രയേ ഉള്ളൂ. അന്നേരം ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നോക്കിയാൽ അറിയാം, ഞാൻ ഫൈൻഡ് ദ ലാർജസ്റ്റ് ആൻഡ് പൊസിഷൻ എഴുതിയേക്കുന്നതിന് താഴെയുള്ള കമന്റിന് താഴെയുള്ള സ്റ്റേറ്റ്മെന്റ് നോക്കാം. ലാർജ് ഈസ് ഈക്വൽ ടു i of 0 നേരത്തെ നമ്മൾ സെറ്റ് ചെയ്യുന്ന റൂട്ട് തന്നെ. പൊസിഷൻ നമ്മൾ എന്ത് സെറ്റ് ചെയ്തു? 1 എന്നാണ് അസ്യൂം ചെയ്തത്. എന്നാൽ ഫസ്റ്റ് നമ്പർ വേണമെങ്കിൽ 0th നമുക്ക് അസ്യൂം ചെയ്യാം. നമ്മൾ ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ 0th പൊസിഷൻ എന്ന് പറയുമ്പോൾ അങ്ങനെ നമ്പർ ഇല്ലെന്നൊക്കെ അവർ വിചാരിക്കും. നമ്മൾ എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് എന്ന് അസ്യൂം ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് നമ്മൾ ബാക്കി ശരി തന്നെയാണ്. എന്താണ്? ഇഫ് a of i greater than large ആണെങ്കിൽ 2 കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. ഓരോ സമയത്തുമുള്ള a of ith ലൊക്കേഷൻ എലമെന്റ് ലാർജിൽ സ്റ്റോർ ചെയ്ത് വെക്കുക വേണം. പൊസിഷൻ എന്നുള്ള വേരിയബിളിലോട്ട് എന്ത് ചെയ്യുന്നു? i+1 ലൊക്കേഷനിലെ കണ്ടന്റ് കൂടെ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. മനസ്സിലായല്ലോ? i+1 എന്ന് പറഞ്ഞാൽ എന്തിനാണെന്ന് അറിയാം? കോമൺ മാനിന് പൊസിഷൻ കാണിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ അയാൾ കാണുമ്പോൾ എക്സാമ്പിൾ ആയിട്ട് 5 നമ്പേഴ്സ് ഉണ്ട്, 23, 45, 34, 56, 12 എന്ന് പറഞ്ഞാൽ 56 ആണ് നമ്മുടെ കേസിൽ വലിയ നമ്പർ. ഔട്ട്പുട്ട് നോക്കിയാൽ അറിയാം. പക്ഷേ അയാൾക്ക് പൊസിഷൻ പറയുമ്പോൾ 4 എന്ന് കാണിച്ചു കൊടുക്കും. പക്ഷേ നമ്മുടെ അറേ സ്റ്റോർ ചെയ്യുമ്പോൾ ഇൻഡെക്സ് പ്രകാരം എന്തേ ഉള്ളൂ? 23 0th ലൊക്കേഷനാണ്, 45 ഫസ്റ്റ് ലൊക്കേഷനാണ്, 34 സെക്കൻഡ് ലൊക്കേഷനാണ്, 56 എന്താണ്? 3 എന്നേ കാണിക്കുള്ളൂ. അങ്ങനെ കാണിച്ച ആൾക്കാർ കൺഫ്യൂഷൻ ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ ഇത് ചെയ്തേക്കുന്ന പൊസിഷൻ ഡിസ്പ്ലേ ചെയ്യുന്ന സമയത്ത് നോർമൽ യൂസറിന് ഔട്ട്പുട്ട് കാണിച്ചു കൊടുക്കുമ്പോൾ ഐയുടെ വാല്യൂ 1 കൂട്ടി കാണിച്ചു കൊടുക്കുക. ഓക്കെ, ക്ലിയർ ആയി കാണുമെന്ന് വെച്ചു. അടുത്തൊരു പ്രോഗ്രാം ലാർജസ്റ്റ് ആൻഡ് സ്മാളസ്റ്റ്. നമുക്ക് ലാർജസ്റ്റ് നേരത്തെ പ്രോഗ്രാമിൽ കണ്ടുപിടിച്ച് തന്നെയാണ്, വലിയ മാറ്റമൊന്നുമില്ല. നമ്മൾ എന്ത് ചെയ്യുന്നു? ഏറ്റവും സിമ്പിൾ ലോജിക്ക് ലാർജസ്റ്റ് ആദ്യം കണ്ടുപിടിക്കുന്നു, പിന്നെ നമ്മൾ ചെയ്യുന്നു സ്മാളസ്റ്റ് അടുത്തതായിട്ട് കണ്ടുപിടിക്കുന്നു. എന്ത് ചെയ്യുന്നു? നമ്മൾ ആദ്യം സ്മാളസ്റ്റ് എന്ത് ചെയ്യും? സ്മാൾ എന്ന് പറഞ്ഞാൽ a of 0 ആണെന്ന് അസ്യൂം ചെയ്യുന്നു. ലൂപ്പിലിട്ട് a of i less than small ഏതെങ്കിലും സമയത്ത്, നേരത്തെ ഗ്രേറ്റർ ദാൻ ആണ് ചെക്ക്. ഇവിടെ എന്ത് പറഞ്ഞു? a of i less than small ആണെങ്കിൽ സ്മാൾ എന്നുള്ള വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. ലൂപ്പിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നമ്മൾ എന്ത് പ്രിന്റ് ചെയ്ത് കാണിക്കുന്നു? സ്മാളിന്റെയും ലാർജിന്റെയും വാല്യൂസ് പ്രിന്റ് ചെയ്ത് കാണിക്കുന്നു. കണ്ടില്ലേ? ഔട്ട്പുട്ട് നോക്കുക. ഇതിനകത്ത് കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നും ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. നിങ്ങൾ പ്രോഗ്രാം ടൈപ്പ് ചെയ്ത് കമ്പൈൽ ചെയ്ത് റൺ ചെയ്ത് റിസൾട്ട് വെരിഫൈ ചെയ്യുക. കമ്പൈൽ ചെയ്യുമ്പോഴും ഒരുപാട് പ്രോഗ്രാം ടൈപ്പ് ചെയ്യുക, അത് കമ്പൈൽ ചെയ്യുക, അതിന് സിൻടാക്സ് എററുകൾ തിരുത്തുക. അങ്ങനെ നമുക്കൊരു നല്ല പ്രോഗ്രാമറായി മാറാൻ പറ്റുള്ളൂ. പ്രോഗ്രാംസ് പേപ്പറിൽ മാത്രം എഴുതിക്കൊണ്ടിരുന്നാൽ നമുക്ക് നല്ലൊരു പ്രോഗ്രാമറായി മാറാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാവരും തന്നെ പ്രോഗ്രാംസ് ഏതെങ്കിലും എഡിറ്ററിൽ ടൈപ്പ് ചെയ്ത് കമ്പൈൽ ചെയ്ത് എറേഴ്സ് ഒക്കെ കറക്റ്റ് ചെയ്ത് റൺ ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. സെയിം പ്രോഗ്രാം തന്നെ നമ്മൾ വേറെ രീതിയിൽ എഴുതുകയെന്നുള്ളേ ഉള്ളൂ. നമ്മൾ ഫസ്റ്റ് നമ്പറിനെ ലാർജസ്റ്റ് ആയിട്ടും അതേ നമ്പറിനെ തന്നെ സ്മാളസ്റ്റും ആയിട്ട് ആദ്യം അസ്യൂം ചെയ്യുക. ഒറ്റ നമ്പർ, അതൊരു നമ്പറേ ഉള്ളെങ്കിൽ അത് തന്നെയാണ് കൂട്ടത്തിൽ വലുതും, അത് തന്നെയാണ് കൂട്ടത്തിൽ ചെറുതും. ഒറ്റ നമ്പറേ ഉള്ള വലുത് ഏതാ ചെറുതാന്ന് പറയാൻ പറ്റില്ല. അത് വലുതുമാണ് ചെറുതുമാണ് അസ്യൂം ചെയ്ത്. എന്നിട്ട് ഒറ്റ ലൂപ്പേ ഉപയോഗിച്ചുള്ളൂ. നമ്മൾ എന്ത് ചെയ്തു? ഐയുടെ വാല്യൂ 1 തുടങ്ങി i less than n വരെ ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? ഏതെങ്കിലും സമയത്ത് a of i greater than large ആണെങ്കിൽ ലാർജ് ഈക്വൽ ടു a of i എന്ന് എഴുതി. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു? അടുത്ത if ഇട്ട് നമ്മൾ എന്ത് ചെയ്തു? അന്നേരം തന്നെ ചെക്ക് ചെയ്യണം a of i less than small ആണോ ചെക്ക് ചെയ്തു. അങ്ങനെ ഒരു നമ്പർ
ഏതെങ്കിലും സമയത്ത് കറണ്ട് എ ഓഫ് ഐ ലാർജിനേക്കാളും വലുതാണെങ്കിൽ പിന്നെ അതിൻ്റെ എൽസ് പാർട്ട് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്, അത് ലാർജ് ആയിപ്പോയി. ഇനി അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നിലവിലുള്ള കണ്ടീഷൻ എഴുതി എൽസ് ഇഫ് എഴുതി നമ്മൾ ചെയ്യും. അതായത് ഈ ലൂപ്പിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്നാൽ കഴിഞ്ഞ ലൂപ്പിൽ എന്നിന്റെ വാല്യൂ 10 ആയിരുന്നെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ്സ് 2 പ്രാവശ്യം ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യണം. ഇവിടെ ഒറ്റ തവണ ചെയ്യുമ്പോൾ തന്നെ 2 പ്രോസസ്സും കഴിഞ്ഞ് നമുക്ക് ഉത്തരം കിട്ടും. ഇങ്ങനെ നമുക്ക് പ്രോഗ്രാമിനെ കുറച്ച് പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി നമുക്ക് പ്രോഗ്രാംസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, പ്രോഗ്രാം ടു പ്രിന്റ് അറേ ഇൻ റിവേഴ്സ് ഓർഡർ. കുറച്ച് നമ്പർ അക്സെപ്റ്റ് ചെയ്യുന്നു, അത് റിവേഴ്സ് ഓർഡറിൽ പ്രിന്റ് ചെയ്ത് കാണിക്കുക. റിവേഴ്സ് ഓർഡറിൽ പ്രിന്റ് ചെയ്ത് കാണിക്കാൻ സിമ്പിൾ ലോജിക്കാണ്. എന്ത് ചെയ്യണം, i = n-1 തുടങ്ങി. n- എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഇൻഡെക്സ്. ഫോർ i = n-1 സ്റ്റാർട്ട് ചെയ്ത് i ≥ 0 വരെ ചെയ്യണം. ഓരോ പ്രാവശ്യം ഐയുടെ വാല്യൂ മൈനസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ n-ന്റെ വാല്യൂ 5 ആണെന്ന് ഇരിക്കും. 5 എലമെന്റ് അറേ ആണ്. ഈ എക്സാമ്പിൾ പ്രകാരം 5 എലമെന്റ് അറേ ആണെങ്കിൽ ആദ്യത്തെ പ്രാവശ്യം ഐയുടെ വാല്യൂ എന്തായിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നത്, n-1 എന്നാണ് ഐയുടെ വാല്യൂ 4. ഫോർത്ത് ലൊക്കേഷനിൽ വാല്യൂ ഏതാണ്, 50 ആണ്. i > 0 കണ്ടീഷൻ ഈസ് ട്രൂ. അതിന് 50 ആയതുകൊണ്ട് പിന്നെ മൈനസ് ഐയുടെ വാല്യൂ അത് 4ൽ 3 ആവും. 3 ആവുമ്പോൾ 40 പ്രിന്റ് ചെയ്യും, പിന്നെ 30 പ്രിന്റ് ചെയ്യും, പിന്നെ 20 പ്രിന്റ് ചെയ്യും. അങ്ങനെ 0 ആവുന്നവരുള്ള ലാസ്റ്റ് എലമെന്റ് 10 പ്രിന്റ് ചെയ്യും, ലൂപ്പിൽ നിന്നും പുറത്തും. ഇത് അറേ റിവേഴ്സ് ചെയ്ത് പ്രിന്റ് ചെയ്തതാണ്. നിങ്ങൾ 2 എക്സാമ്പിൾസ് വേണമെങ്കിൽ ചിന്തിച്ച് നോക്കാം നമുക്ക്. എന്താണ്, ഒരു അറേയിൽ എലമെന്റിനെ വേറൊരു അറേയിലോട്ട് എങ്ങനെ റിവേഴ്സ് ഓർഡർ സ്റ്റോർ ചെയ്യാം. യു ട്രൈ. ഇപ്പോൾ ഒരു അറേയിൽ എലമെന്റ് റിവേഴ്സ് ആയിട്ട് പ്രിന്റ് ചെയ്തതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ എക്സാമ്പിൾ ചെയ്ത് നോക്കാം. എന്താണ്, എ എന്നുള്ള അറേയിൽ n എലമെന്റ്സ് ഉണ്ട്, അതിനെ ബി എന്നുള്ള അറേയിലോട്ട് റിവേഴ്സ് ഓർഡർ സ്റ്റോർ ചെയ്യണം. അതിന് മുമ്പായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെയിം ഓർഡർ തന്നെ സ്റ്റോർ ചെയ്യാനുള്ളതാണ്. സെയിം ഓർഡർ സ്റ്റോർ ചെയ്യുന്നതിന് നമ്മൾ കോപ്പി ചെയ്യാന്ന് പറയും. അല്ലെ, എ എന്നുള്ള അറേയിലെ കണ്ടന്റ് ബിയിലോട്ട്, എയുള്ള അറേയിലെ ബിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി b = a എന്ന് എഴുതാൻ പറ്റില്ല. അങ്ങനെ എഴുതാൻ തെറ്റാണ്. ഒരു അറേയിൽ എലമെന്റ് ഗ്രൂപ്പും കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷൻ കണ്ട് ഒറ്റ സ്റ്റെപ്പ് വഴി അസൈൻമെന്റ് ഓപ്പറേറ്റർ വഴി നമുക്ക് അസൈൻ ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഓരോരോ ലൊക്കേഷനെയും എയിലെ കണ്ടന്റിനെ ബിയിലോട്ട് മാറ്റാം. എ എന്നുള്ള അറേയിലെ കണ്ടന്റിനെ ബി എന്ന അറേയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഓരോ ലൊക്കേഷനിലെ കണ്ടന്റും ബി എന്നുള്ള അറേയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. a(0) കണ്ടന്റ് b(0) ട്രാൻസ്ഫർ. അതിന് നമ്മൾ എന്ത് എഴുതും, b(0) b(0) = a(0) എന്ന് എഴുതും. ലൂപ്പിലിട്ട് പറഞ്ഞാൽ ഇൻ ജനറൽ എന്ത് ചെയ്യണം, ഒരു ഫോർ ലൂപ്പ് ഫോർ i = 0 i <n ++ i പറഞ്ഞിട്ട് നമ്മൾ എന്ത് പറയും, b(i) = a(i) എന്ന് പറഞ്ഞാൽ a(ith) ലൊക്കേഷനിലെ കണ്ടന്റ് b(ith) ലൊക്കേഷനിൽ ട്രാൻസ്ഫർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കോപ്പിയിങ് ഓഫ് പറയും. ഒരു അറേയിലെ കണ്ടന്റ് വേറെ അറേയിലോട്ട് കോപ്പി എന്ന് പറയും. ഞാനിപ്പോൾ പറഞ്ഞ ചോദ്യം വേറെ ആയിരുന്നു. എന്തായിരുന്നു, റിവേഴ്സ് ഓർഡറിൽ കോപ്പി ചെയ്യണം എന്ന് പറഞ്ഞാൽ 0th ലൊക്കേഷനെ കണ്ടന്റ് n-1 ലൊക്കേഷനിലോട്ട് ആ ഓർഡറിൽ റിവേഴ്സ് ഓർഡറിൽ സ്റ്റോർ ചെയ്യണം. സിമ്പിളായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇനി അതും പോസിബിൾ ആയത് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ഞാൻ തരാം. യു ട്രൈ. ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എന്നെ കമന്റ് ആയിട്ട് അറിയിക്കുക. നമുക്ക് പിന്നെ എക്സർസൈസ് ചെയ്ത് നോക്കാം. എന്ത് ചെയ്യാം, നമുക്ക് നിങ്ങൾക്ക് ഒരു അറേ തന്നെ റിവേഴ്സ് ചെയ്യുക. ഓക്കെ, ഒരു അറേ തന്നെ റിവേഴ്സ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്, നിലവിൽ ഒരു നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ ഒരു ബെഞ്ചിൽ 5 കുട്ടികളുണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ഒരു ബെഞ്ചിൽ 5 കുട്ടികളുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഒരു ക്ലാസ് റൂമിലായിട്ട് 5 റോയിൽ 5 കുട്ടികൾ ഇരിപ്പുണ്ട്. ഓരോ ബെഞ്ചിൽ ഓരോരുത്തരേ ഉള്ളൂ. നിങ്ങൾ റിവേഴ്സ് ഓർഡർ വന്നിരിക്കാൻ പറഞ്ഞാൽ 1ാമത്തെ ബെഞ്ചിൽ ഇരിക്കുന്ന ആൾ എവിടെ പോകണം, 5ാമത്തെ ബെഞ്ചിൽ പോയിരിക്കണം. 5ാമത്തെ ബെഞ്ചിൽ ഇരിക്കുന്ന ആൾ എവിടെ വരണം, 1ാമത്തെ ബെഞ്ചിലോട്ട് വരണം. 2ാമത്തെ ബെഞ്ചിലിരിക്കുന്ന കുട്ടി എവിടെ പോകണം, 4ാമത്തെ ബെഞ്ചിലോട്ട് പോകണം. 4ാമത്തെ ബെഞ്ചിലിരിക്കുന്ന കുട്ടി എവിടെ പോകണം, 1ാമത്തെ ബെഞ്ചിലോട്ട്, 2ാമത്തെ ബെഞ്ചിലോട്ട് വരണം. 3ാമതിരിക്കുന്ന കുട്ടി എങ്ങോട്ടെങ്കിലും മാറണമുണ്ടോ, ഇല്ല. ചുരുക്കുന്ന നമ്പർ ഓഫ് ഇറ്ററേഷൻസ് ഹാഫ് സമയമാകുമ്പോൾ ട്രാൻസ്ഫർ നടക്കും. അത് ഞാൻ ചോദിച്ചാൽ ഒന്ന് കോപ്പി ചെയ്യാവുന്ന എക്സർസൈസ് ചെയ്ത് നോക്കുക. ഒരു അറേ തന്നെ റിവേഴ്സ് ചെയ്ത് വേറെ അറേ സ്റ്റോർ ചെയ്ത് നോക്കുക. പിന്നെ ഒരു അറേയിലെ കണ്ടന്റിനെ സെയിം അറേ തന്നെ റിവേഴ്സ് ഓർഡറിലായി മാറുന്ന പ്രൊസീജിയർ ചെയ്ത് നോക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു എക്സാമ്പിൾസ് ആണ്. ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ് കാര്യമായിട്ട് അറിയാമെങ്കിൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. നെക്സ്റ്റ് പ്രോഗ്രാം ടു പ്രിന്റ് ദ ലാർജസ്റ്റ് ആൻഡ് സെക്കൻഡ് ലാർജസ്റ്റ്. ലാർജസ്റ്റ് എല്ലാവർക്കും കണ്ടുപിടിച്ചു. നമ്മൾ പല രീതിയിൽ ലാർജസ്റ്റ് കണ്ടുപിടിച്ചു. ഈ പ്രോഗ്രാമിനകത്തും നമ്മൾ ഫൈൻഡ് ദ ലാർജസ്റ്റ് കഴിഞ്ഞ് പ്രിന്റ് ദ ലാർജസ്റ്റ് എലമെന്റ് ഇൻ ദ ലിസ്റ്റ് %d ലാർജ് എന്ന് വരുന്നവരെ ലോജിക്ക് നമ്മൾ പണ്ട് ചെയ്തതാണ്. ഏറ്റവും വലിയ നമ്പർ കണ്ടുപിടിച്ചാൽ പിന്നെ അതിന് തൊട്ട് താഴത്തെ നമ്പർ കണ്ടുപിടിക്കണം. ഓക്കെ, അത് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും, ഒരു എക്സാമ്പിൾ രീതിയിലാണ് ഇവിടെ ചെയ്തേക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ലാർജ് = a(0) നമ്മൾ ചെയ്യണം. ലാർജ് നമ്മുടെ ഉണ്ട്. ലാർജ് എന്ന് പറയുന്ന 0th എലമെന്റ് ആയിരുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്, നമ്മളങ്ങ് അസ്യൂം ചെയ്യുക. ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്, നമ്മൾ അസ്യൂം ചെയ്യുന്നത് എന്താണ്, സെക്കൻഡ് ലാർജ് എന്ന് പറയുന്നത് ഫസ്റ്റ് ലൊക്കേഷനെ കണ്ടാണ് അസ്യൂം ചെയ്തത്. 2 നമ്പർ വേണമല്ലോ, ലാർജും സെക്കൻഡ് ലാർജസും കണ്ടുപിടിക്കുന്ന മിനിമം 2 നമ്പർ വേണം. നമുക്ക് ലാർജ് കിട്ടി എന്ന് വിചാരിക്കുക. അത് ഫസ്റ്റ് എലമെന്റ് ആണെന്ന് അങ്ങ് അസ്യൂം ചെയ്യുക. ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം,
സെക്കൻഡ് ലാർജസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എലമെന്റ് തന്നെ ലാർജസ്റ്റ് ആയിട്ടാണ് കാണുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? രണ്ട് നമ്പറിന്റെ കൂട്ടത്തിൽ എന്താണ് സെക്കൻഡ് ലാർജസ്റ്റ്? ഏതാണ്? A(1) കണ്ടന്റ് ആണ്, ഉറപ്പാണല്ലോ. ഇനി അല്ലെങ്കിൽ ഏതാണ് ലാർജസ്റ്റ്? സെക്കൻഡ് ലാർജസ്റ്റ് 0th എലമെന്റ് ആണ്. കൺഫ്യൂഷൻ ഉണ്ടാവണ്ട. രണ്ട് നമ്പറേ ഉള്ളെന്ന് ആദ്യം അസ്യൂം ചെയ്യുക. രണ്ട് നമ്പറേ ഉള്ളെങ്കിൽ ഏതെങ്കിലും ഒന്ന് വലുതാവണം, അടുത്തത് സെക്കൻഡ് ലാർജസ്റ്റ് ആണ്. ഇനി ആ കേസിലാണ് ഏതെങ്കിലും സമയത്ത് 0th ലൊക്കേഷനിലുള്ള കണ്ടന്റ് വലുതായെന്ന് വിചാരിക്കും, അങ്ങ് അസ്യൂം ചെയ്യും, വലുതാണെന്ന് അസ്യൂം ചെയ്യുക ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? സെക്കൻഡ് ലാർജസ്റ്റ് ഏതാണ്? ഫസ്റ്റ് എലമെന്റ് ഇസ് സെക്കൻഡ് ലാർജസ്റ്റ്. ഇനി അല്ല, ഒന്നാമത്തെ എലമെന്റ് അല്ല, 0th എലമെന്റ് അല്ല ലാർജസ്റ്റ് എങ്കിൽ ഏതാണ് സെക്കൻഡ് ലാർജസ്റ്റ്? ഏതായിരിക്കും? സ്വാഭാവികമായിട്ടും ഫസ്റ്റ് എലമെന്റ് ആയിരിക്കും. 0 ഇൻഡെക്സ് ഉള്ള ആയിരിക്കും സെക്കൻഡ് ലാർജ്. അതാണ് നമ്മൾ ഇഫ് ലാർജ് ഈക്വൽ ടു A(0), സെക്കൻഡ് ലാർജ് ഈസ് ഈക്വൽ ടു A(1), എൽസ് സെക്കൻഡ് ലാർജ് ഈക്വൽ ടു A(0). അത്രയും വ്യക്തമായല്ലോ. അത് രണ്ട് നമ്പറുള്ള കേസിൽ നോക്കാം. ഇനി നമുക്ക് ഫുൾ സെറ്റിൽ ചെക്ക് ചെയ്യണം ഏതാണ് ലാർജ് എന്നാണ്. ഇനി ലൂപ്പ് എഴുതി ഫോർ 0 i equal to 0 i less than n plus plus i. ഈ സ്റ്റേറ്റ്മെന്റ് നോക്കുന്നുണ്ട്. ഇഫ് A(i) നോട്ട് ഈക്വൽ ടു ലാർജ്, ഒരു കാരണവശാലും നിലവിലെടുക്കുന്ന നമ്പർ ലാർജ് ആവാൻ പാടില്ല. കാരണം ലാർജ് ആണെങ്കിൽ സെക്കൻഡ് ലാർജസ്റ്റ് ആവാൻ പറ്റും, ലാർജ് ആവാൻ പാടില്ല. പിന്നെന്താണ്? എടുക്കുന്ന നമ്പറുകൾ നിലവിലുള്ള സെക്കൻഡ് ലാർജസ്റ്റിനേക്കാളും വലുതുമാണെങ്കിൽ നേരത്തെ എഴുതി അതേ ലോജിക്ക് തന്നെ എഴുതി. എന്താണ്? A(i) is equal to സെക്കൻഡ് ലാർജസ്റ്റ്. ക്ലിയർ? നേരത്തെ ഉള്ള പ്രോഗ്രാം ലാർജ് കണ്ടുപിടിക്കുന്ന പ്രോഗ്രാമിൻ്റെ ഒരു സിമ്പിൾ ലോജിക്കൽ അപ്ലൈ കൂടെ ചെയ്തപ്പോൾ നമുക്ക് സെക്കൻഡ് ലാർജസ്റ്റ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, മനസ്സിലായല്ല? അന്നേരം രണ്ട് നമ്പറായിട്ട് അസ്യൂം ചെയ്യുന്നു, അന്നേരം ഫസ്റ്റ് ലാർജ് സെക്കൻഡ് ലാർജ് കണ്ടുപിടിക്കുന്നു. പിന്നെ എന്ത് ചെയ്യുന്നു? ലൂപ്പിലിട്ട് മൂവ് ചെയ്യുമ്പം നിലവിലുള്ള നമ്പറുടെ ഓരോ നമ്പറും എടുക്കുമ്പം അത് ലാർജ് അല്ലായിരിക്കുകയും വേണം. പിന്നെന്താണ്? അന്നേരം കിട്ടിയ നമ്പർ അന്നേരമുള്ള സെക്കൻഡ് ലാർജസ്റ്റിനേക്കാളും വലുതുമാണെങ്കിൽ വി ഇന്റർചേഞ്ച് ചെയ്യുന്നു. എന്താണ്? A(i) സെക്കൻഡ് ലാർജസ്റ്റ്. ലൂപ്പിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? സെക്കൻഡ് ലാർജസ്റ്റും കിട്ടുന്നു. നമ്മൾ ആ നമ്പർ എക്സാമ്പിൾ ആണ് ഞാൻ ഔട്ട്പുട്ട് ആയിട്ട് കാണിച്ചേക്കുന്നത്. കുറച്ച് നമ്പർ കൊടുത്തുണ്ട്. ലാർജസ്റ്റ് നമ്പർ ഈസ് 45, സെക്കൻഡ് ലാർജസ്റ്റ് നമ്പർ ഈസ് 30. ഓക്കെ, ക്ലിയർ? Okay, thank you. Next session, sorting and searching using arrays.